ഹലോ, വെൽക്കം ടു കിങ്ഡം ലൈഫ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. മൈ ഗാഡ് ഷാൽ സപ്ലൈ ഓൾ യുവർ നീഡ്സ് അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ് ആൻഡ് ഗ്ലോറി ത്രൂ ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ ദൈവമോ ക്രിസ്തുവേശുവിൽ അവൻ്റെ മഹത്വത്തിനൊത്തവണ്ണം നിന്റെ സകല ആവശ്യങ്ങളും നിറവേറ്റിത്തരും. എത്ര നല്ലൊരു പ്രോമിസ് അല്ലേ? എത്ര മനോഹരമായിട്ടുള്ളൊരു പ്രോമിസ്. അവൻ നിന്റെ സകല ആവശ്യങ്ങളും ക്രിസ്തുവേശുവിൽ നടത്തിത്തരും. സോ വാട്ട് ഈസ് ദ നീഡ് ദാറ്റ് യു ആർ ഫേസിങ് ടുഡേ? ഇന്ന് ഏത് ആവശ്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കടന്നു പോകുന്നത് ഏതൊരു ആവശ്യത്തിൽ കൂടെയാണ്, അല്ലെങ്കിൽ എന്തൊരു നീഡിൽ കൂടെയാണ് യു ആർ ഗോയിങ് ത്രൂ നൗ? ഐ ഡു നോട്ട് നോ വാട്ട് യു ആർ ഗോയിങ് ത്രൂ. ചിലപ്പോൾ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെ ആയിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഞെരുക്കത്തിലൂടെ ആയിരിക്കും പോകുന്നത്, കടബാധ്യതയിലൂടെ ആയിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ ഒരു ഹീലിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും കാത്തിരിക്കുന്നത്, ഏതെങ്കിലും ഒരു രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും കാത്തിരിക്കുന്നത്. ഒരു ബാഡ് മെഡിക്കൽ റിപ്പോർട്ട് കണ്ടിട്ട് നിരാശപ്പെട്ട് ഇനി ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു സാഹചര്യത്തിലൂടെ ആയിരിക്കും പോകുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഇമോഷണലി എന്തെങ്കിലും മാനസികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, വേദനകളിലൂടെ ആയിരിക്കും പോകുന്നത്. അല്ലെങ്കിൽ കുടുംബത്തിലുള്ള എന്തെങ്കിലും വിഷയങ്ങൾ, തർക്കങ്ങൾ, അല്ലെങ്കിൽ ബന്ധത്തിലുള്ള എന്തെങ്കിലും വിഷയങ്ങൾ. എന്ത് വിഷയമാണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു, ക്രിസ്തുവേശുവിൽ അവൻ നിന്റെ സകല ആവശ്യങ്ങളും നടത്തിത്തരും, നിറവേറ്റിത്തരും. എനിക്ക് ഇംഗ്ലീഷിലുള്ള വാക്ക് എനിക്ക് ഒന്നും കൂടി ഇഷ്ടമാണ്. ഹി ഷാൽ സപ്ലൈ, മൈ ഗാഡ് ഷാൽ സപ്ലൈ ഓൾ യുവർ നീഡ്സ്. നിന്റെ ആവശ്യങ്ങൾ അവൻ സപ്ലൈ ചെയ്യും, നേടിത്തരും, നൽകും. ഞാൻ സപ്ലൈ എന്നുള്ള വാക്ക് അതിൻ്റെ മലയാളത്തിൽ ട്രാൻസ്ലേഷൻ നോക്കുമ്പോഴത്തേക്കും എനിക്ക് കൃത്യമായിട്ട് അതിൻ്റെ ആ ഒരു എസൻസ് വരുന്നില്ല മലയാളത്തിൽ. മലയാളത്തിൽ നോക്കുമ്പോൾ നൽകും എന്നൊക്കെയാണ് കാണിക്കുന്നത്. ബട്ട് സപ്ലൈ, യു നോ വാട്ട് ഐ മീൻ. സപ്ലൈ, നിനക്ക് തരും, നിനക്ക് പ്രൊവൈഡ് ചെയ്യും നിന്റെ ആവശ്യങ്ങളൊക്കെയും. സോ വചനം അങ്ങനെ പറയുന്നെങ്കിൽ എന്തുകൊണ്ട് നീ കാത്തിരിക്കേണ്ടി വരുന്നു? അല്ലെങ്കിൽ എന്തുകൊണ്ട് നീ ആ കുറവിൽ ഇപ്പോഴും ഇരിക്കുന്നു? എന്തുകൊണ്ട് ഞാനത് കാണുന്നില്ല എൻ്റെ ജീവിതത്തിൽ? ഹല്ലേലൂയ. ഞാൻ ഇത്രയും നാൾ എന്തുകൊണ്ട് ഞാൻ കാത്തിരിക്കേണ്ടി വരുന്നു എൻ്റെ വിഷയത്തിന് ഒരു മറുപടി കിട്ടാൻ, അല്ലെങ്കിൽ ഒരു വ്യത്യാസം എൻ്റെ ജീവിതത്തിൽ കാണാൻ, ഇതിൽ നിന്നൊക്കെ ഒന്ന് അതിജീവിക്കാൻ, ഒന്ന് ഓവർകം ചെയ്യാൻ എന്തുകൊണ്ട് കാലതാമസം എടുക്കുന്നു? അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഇത് കാണുന്നില്ല? എനിക്കറിയാം ചിലരൊക്കെ ഇത് മെഡിറ്റേറ്റ് ചെയ്യുന്നവരുണ്ട്, ഈ ഒരു വചനം എടുത്തിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്നവരുണ്ട്. ഫിലിപ്പിയൻസ് 4:19, എൻ്റെ ദൈവമോ എൻ്റെ സകല ആവശ്യങ്ങളും ക്രിസ്തു യേശുവിൽ എനിക്ക് നടത്തി തരും എന്നൊക്കെ പറഞ്ഞ് ആ സ്ക്രിപ്ചർ മെഡിറ്റേറ്റ് ചെയ്യുന്നവരുണ്ട്. ദാറ്റ് ഈസ് ഗുഡ്. പക്ഷേ ദൈവം സപ്ലൈ ചെയ്യും എന്ന് പറയുമ്പോൾ, ദൈവം നിന്റെ ആവശ്യങ്ങളെ നടത്തി തരും എന്ന് പറയുമ്പോൾ അതിനൊരു കീ ഉണ്ട്. നമുക്കൊരു വചനം വായിക്കാം. യോഹന്നാൻ 15:4. ജോൺ 15:4 or 5. 5. യോഹന്നാൻ 15:5 ഇങ്ങനെ പറയുന്നു, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല.
അതിന് മുന്നത്തെ വചനം ഇങ്ങനെ പറയുന്നു, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടില്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ദിസ് ഇസ് ദ കീ. Abide in me and I in you. As a branch cannot bear fruit by itself, except it abides in the vine, you cannot bear fruit unless you abide in me. നിനക്ക് എന്നിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാൻ സാധിക്കത്തില്ല. ശാഖകൾ മുന്തിരിവള്ളിയോട് ചേർന്നിരിക്കുന്നത് പോലെ ചേർന്നിരിക്കാതെ അതിന് ഫലം കായ്ക്കാൻ സാധിക്കാത്തതുപോലെ നിനക്ക് എന്നിൽ ചേർന്നിരിക്കാതെ ഫലം കായ്ക്കാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. ഇവിടെ മുന്തിരിവള്ളി എന്ന് പറയുന്നത് ആണ് സോഴ്സ്. ആ ഉറവിടം എന്ന് പറയുന്നത് മുന്തിരിവള്ളിയാണ്. ശാഖകള് ഈ ഉറവിടത്തിൽ നിന്നുള്ള ന്യൂട്രിയൻസും അവിടെ നിന്നുള്ള എനർജിയും അവിടെ നിന്ന് എന്തൊക്കെയാണോ ലഭിക്കുന്ന നന്മകൾ അത് സ്വീകരിക്കുന്ന വെറും കൊമ്പുകൾ മാത്രമാണ് ഈ ശാഖകൾ. നീ വിചാരിക്കരുത്, ഈ ശാഖ വിചാരിക്കരുത് ഈ ഫലം കായ്ക്കുന്നത് ശാഖയുടെ മിടുക്ക് കൊണ്ടാണെന്ന്, കൊമ്പിന്റെ മിടുക്ക് കൊണ്ടാണെന്ന്. ഈ ഉറവിടത്തിൽ നിന്ന് വരുന്നത് ഏറ്റെടുക്കുന്നത് മാത്രമാണ് ഈ ശാഖയുടെ ജോലി. ഇവിടെ ഒരുപാടുണ്ട്, ഈ ഒരു വചനത്തിൽ ഒരുപാടുണ്ട്. സോ മുന്തിരിവള്ളിയോട് ചേർന്നിരിക്കാതെ ഈ ശാഖയ്ക്ക് ഒരിക്കലും, ഈ കൊമ്പിന് ഒരിക്കലും ഫലം കായ്ക്കാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ ആദ്യം ഒരു വാക്ക് പറഞ്ഞു, സപ്ലൈ. മൈ ഗാഡ് ഷാൽ സപ്ലൈ ഓൾ യുവർ നീഡ്സ്. എൻ്റെ ദൈവമോ നിന്റെ ആവശ്യങ്ങളൊക്കെയും നടത്തിത്തരും. എന്നിട്ട് പറയുന്നൊരൊറ്റ വാക്കാണ് ക്രിസ്തു യേശുവിൽ, ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തു യേശുവിൽ നടത്തിത്തരും. ഹല്ലേലൂയ. നമ്മളിപ്പോൾ കേട്ട വചനത്തിൽ പറയുന്നു, അബൈഡ് ഇൻ മീ, എന്നിൽ വസിക്കുക, ഞാൻ നിങ്ങളിലും വസിക്കും. ഹല്ലേലൂയ. അപ്പൊ ഒരു കണക്ഷനാണ് കാണിക്കുന്നത്. മുന്തിരിവള്ളിയും ശാഖയും തമ്മിലുള്ള ഒരു കണക്ഷൻ. അതെന്ന് വിച്ഛേദിക്കപ്പെടുന്നോ, ഡിറ്റാച്ച്ഡ് ആവുന്നോ, അന്ന് ആ ഫലം കായ്ക്കൽ നിൽക്കും. അല്ലെങ്കിൽ ഈ കൊമ്പ് ഉണങ്ങിപ്പോകും, ആ കൊമ്പിനെ കൊണ്ട് പ്രയോജനമില്ലാതെയാവും. ഹല്ലേലൂയ. നമ്മള് ആദ്യം കേട്ട വചനം മെഡിറ്റേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ബട്ട് ഇഫ് യു ആർ നോട്ട് കണക്റ്റഡ് ടു ദ സോഴ്സ്, ഉറവിടത്തിനോട് ചേർന്നിരുന്നില്ലെങ്കിൽ ഈ സപ്ലൈ എങ്ങനെ വരും? ഹല്ലേലൂയ. നമ്മുടെ ഫോക്കസ് എപ്പോഴും സപ്ലൈയിലാണ്, അല്ലേ? നമ്മളുടെ ഫോക്കസ് എപ്പോഴും പുറമേ ഉള്ള നമ്മുടെ കാര്യങ്ങളുടെ അവസ്ഥ എന്താണോ അതാണ് നമ്മുടെ ഫോക്കസ്. എൻ്റെ ആവശ്യങ്ങൾ നടക്കുന്നുണ്ടോ? എനിക്ക് എൻ്റെ കിട്ടേണ്ട കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ടോ? ബട്ട് ചേഞ്ച് യുവർ ഫോക്കസ് ടുഡേ. യുവർ ഫോക്കസ് ഷുഡ് ബി ഓൺ ദി വൈൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഫോക്കസ് ഈ കണക്ഷനിലായിരിക്കണം. ഈ മുന്തിരിവള്ളിയുമായിട്ടുള്ള കണക്ഷനിലാണ് ബാക്കിയുള്ള സകലതും ഇരിക്കുന്നത്. സോ നിന്റെ ഫോക്കസ് ആ ഫലത്തിലല്ല, നിന്റെ ഫോക്കസ് വേണ്ടത് ഈ കണക്ഷനിലാണ്. ഹല്ലേലൂയ. ഹി ഈസ് ദ സോഴ്സ്. ഈവൻ യേശുവാണ് നമ്മുടെ ഉറവിടം, യേശുവാണ് നമ്മുടെ സോഴ്സ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ അരുവികളോടല്ല ചേർന്നിരിക്കുന്നത്, നമ്മൾ ഉറവിടത്തിനോടാണ് ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, ഈ മലയിൽ നിന്ന് മഞ്ഞ്
ഉരുകി അത് കടലിൽ ചെന്ന് അവസാനിച്ച് കടലിൽ നിന്ന് അത് പല അരുവികളായിട്ട് ഒഴുകി പല പല സ്ഥലങ്ങളിലേക്ക് ഈ വാട്ടർ സപ്ലൈ എത്തും. പക്ഷേ മനുഷ്യർ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആശ്രയിക്കുന്നത് ഈ അരുവികളിലാണെങ്കിൽ അത് ഒരു നാൾ വറ്റും. അത് കാലത്തിനനുസരിച്ച് മാറി മാറി മറിഞ്ഞു ഇരിക്കും. സമ്മർ ആവുമ്പത്തേക്കും അത് വറ്റാനിടയുണ്ട്. അല്ലെങ്കിൽ ഒരു ക്ഷാമകാലം വരുമ്പോൾ, ഒരു ഡ്രൈ സീസൺ വരുമ്പത്തേക്കും അത് വറ്റാനിടയുണ്ട്. പക്ഷേ ഇവന്റെ ആശ്രയം ആ അരുവിയിലല്ലാതെ, ആ ആശ്രയം ഇതിന്റെ ഉറവിടം എവിടെയാണോ അവിടെയാണെങ്കിൽ ഇത് ഒരു നാളും വറ്റത്തില്ല. ഇറ്റ് ഡസന്റ് ഡിപ്പെൻഡ് ഓൺ ദ സീസൺ. വിന്റർ ആണെങ്കിലും സമ്മർ ആണെങ്കിലും ശൈത്യകാലമാണെങ്കിലും ഓട്ടം ആണെങ്കിലും സ്പ്രിംഗ് ആണെങ്കിലും ഇറ്റ് റിമെയിൻസ് ദ സെയിം. നിന്റെ ഉറവിടം ഒരു നാളും വറ്റത്തില്ല. സോ ഹൂ ഈസ് യുവർ സോഴ്സ്? Whom are you depending today? ഇന്ന് നിന്റെ ആശ്രയം എവിടെയാണ്? ഇന്ന് നീ നിന്റെ കണ്ണ് വെച്ചിരിക്കുന്നത് എവിടെയാണ്? ഹല്ലേലൂയ. ഈ അരുവികളിലാണോ? അല്ലെങ്കിൽ നീ യു ആർ ഡയറക്ട്ലി കണക്റ്റഡ് ടു ദ സോഴ്സ്? നീ മുന്തിരിവള്ളിയിനോടാണോ ചേർന്നിരിക്കുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷത്തില് 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. യോഹന്നാൻ 4:14, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും എന്ന് ഉത്തരം പറഞ്ഞു. But whosoever drinketh of the water that I shall give him shall never thirst. But the water that I shall give him shall be in him a well of water springing up to everlasting life. എന്ന് പറഞ്ഞ ശമരിയക്കാരി സ്ത്രീയോട് യേശു പറയാണ്, നീ കുടിക്കുന്ന വെള്ളം കുടിച്ചാൽ നിനക്ക് വീണ്ടും ദാഹിക്കും. ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ ഇനി മേലിൽ നിനക്ക് ദാഹിക്കത്തില്ല. അത് നിന്റെ ഉള്ളിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന ഉറവയായി തീരും. നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും. It shall spring up to everlasting life. It shall be a fountain in you. ഈ ഉറവയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരു നാളും വറ്റത്തില്ല. ഇത് ഒരു നാളും നിലയ്ക്കത്തില്ല. യേശു പറയാണ്, നിന്റെ ഉള്ളത്തിൽ ഞാൻ ഇത് നിക്ഷേപിച്ചിരിക്കുന്നു. The fountain is inside of you. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതിയ നിയമത്തില് നമ്മൾ ഇന്നും പലരും പഴയ നിയമത്തിന്റെ അതേ വ്യവസ്ഥകളിലൂടെയും രീതികളിലൂടെയുമാണ് ഇന്നും കടന്നു പോകുന്നത്. നമ്മൾ പുതിയ നിയമത്തിലോട്ട് വന്നിട്ട് ആ ഒരു മാറ്റം ഇതുവരെ മനസ്സിലാക്കാത്ത വ്യക്തികളുണ്ട്. പഴയ നിയമത്തിന്റെ നിയമങ്ങളും ചട്ടങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലൂടെ പോകുന്ന വ്യക്തികളുണ്ട്. ഞാൻ പറയട്ടെ, നമ്മൾ പുതിയ നിയമത്തിലാണ് ജീവിക്കുന്നത്. പുതിയ നിയമം എന്ന് പറഞ്ഞാൽ ഗോഡ്, പഴയ നിയമത്തില് ദൈവം അവരോടൊപ്പം വസിച്ചു. അവര് സമാഗമന കൂടാരമുണ്ടാക്കി അവരുടെ ആ മേഴ്സി സീറ്റില് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി. ആ കൃപാസനത്തിൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി അവരോടൊപ്പം വസിച്ചു. എന്നാൽ പുതിയ നിയമത്തിൽ നിന്റെയും എന്റെയും ഉള്ളത്തിലാണ് ദൈവം വസിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. So there is a big difference after the cross. കുരിശിന് ശേഷം ഒരു വലിയ വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ഉള്ളത്തിലാണ് ഈ ഫൗണ്ടൻ ഇരിക്കുന്നത്. നിന്റെ ഉള്ളിലാണ്
ഈ നീരുറവ ഇരിക്കുന്നത്, ഈ ജീവജലം ഇരിക്കുന്നത്. ബട്ട് യു ഡോണ്ട് റിയലൈസ് യു ആർ സ്റ്റിൽ ഇൻ ദി ഓൾഡ് കവനന്റ്. ഈ പഴയ നിയമ വ്യവസ്ഥകളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണം ഇനി, അല്ലെങ്കിൽ ഞാൻ ആരുടെ അടുത്ത് പോകണം ഇനി, ഉം? ആരുടെ അടുത്ത് പോയാൽ എൻ്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം കിട്ടും, ആരുടെ അടുത്ത് സംസാരിച്ചാൽ എൻ്റെ കണക്ഷൻസ് ഞാൻ ഉപയോഗിക്കണോ, അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ആരുടെ അടുത്ത് ഞാൻ സംസാരിക്കണം, എനിക്ക് ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യണോ? See, you don't have to beg anybody. The Christian life is not about begging. The fountain is inside of you. ഈ നീരുറവ നിന്റെ ഉള്ളിലാണ് വസിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ ഈ യേശുവുമായിട്ട് നിരന്തരം എന്നുമുള്ള ഒരു ഡെയിലി കണക്ഷൻ ഉണ്ടെങ്കിൽ, നീ ഒരു വിഷയത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏത് മനുഷ്യരോട് ഇത് പറയുന്നതിലും മുന്നേ നീ കർത്താവിനോട് പറയും. സി, പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, സാധാരണഗതിയിൽ നമ്മൾ എല്ലാവരോടും പറഞ്ഞ് ഒരു സ്ഥലത്തും രക്ഷയില്ലാന്ന് വരുമ്പോഴാണ് കർത്താവിന്റെ സന്നിധിയിൽ വന്നാൽ ഇനി പ്രാർത്ഥിക്കാതെ അല്ലാതെ നമുക്ക് എന്താ വേറെ വഴി എന്ന് ചിന്തിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാ ആശുപത്രിയിൽ നിന്നും തള്ളിക്കളഞ്ഞ് എല്ലാ മരുന്നുകളും പരീക്ഷിച്ച് ഒരു സ്ഥലത്തുനിന്നും ഒരു രക്ഷയില്ലെന്ന് കാണുമ്പോൾ ഏറ്റവും അവസാനം ഇനി പ്രാർത്ഥിച്ചേക്കാം എന്നും പറഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ വരും. ജോലികളെല്ലാം അപ്ലൈ ചെയ്ത് പല സ്ഥലത്തും റെക്കമെൻഡേഷന് വേണ്ടി കൊടുത്ത് ഒരു സ്ഥലത്തുനിന്നും ഒരു മറുപടി ഇല്ല എന്ന് കാണുമ്പോൾ ഉടനെ ദൈവത്തിന്റെ സന്നിധിയിൽ വരും. എല്ലാ ലോണുകളും അപ്ലൈ ചെയ്തു, എല്ലാ സ്ഥലത്തുനിന്നും പലിശയ്ക്ക് കടം മേടിക്കാൻ ചോദിച്ചു, ഒരു സ്ഥലത്തൊന്നും കിട്ടാതെ വരുമ്പോൾ യു കം ടു ഗോഡ്. See, God is not your last resort. He is your refuge. He is your fortress. ഒരു അവസാന കൈത്താങ്ങല്ല ദൈവം. He is your refuge. അവൻ നിന്റെ സങ്കേതമാണ്, അവൻ നിന്റെ കോട്ടയാണ്. See, ഐ എം നോട്ട് യെറ്റ് there, പക്ഷെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, എന്തൊരു വിഷയം വന്നാലും ഫസ്റ്റ് യു ഗോ ടു ഗോഡ്. നോട്ട് ഈവൻ യുവർ ഹസ്ബൻഡ്. നിങ്ങളുടെ ഭർത്താവിനോട് പറയുന്നതിന് മുന്നേ, ഭാര്യനോട് പറയുന്നതിന് മുന്നേ, നിങ്ങളുടെ മക്കളുമായിട്ട് ചർച്ച ചെയ്യുന്നതിന് മുന്നേ, ലെറ്റ് മീ ടെൽ യു, ദിസ് വിൽ മേക്ക് എ ഹ്യൂജ് ഡിഫറൻസ് ഇൻ യുവർ ലൈഫ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വ്യത്യാസം ഉണ്ടാക്കും. ഇഫ് യു ഗോ ടു ഗോഡ് ഫസ്റ്റ്, നീ ദൈവത്തിന്റെ മുന്നാകെ ആദ്യം ചെന്നാൽ. സി, ദൈവത്തിന് നിന്റെ വിഷയം നീ പറഞ്ഞിട്ട് വേണ്ട അറിയാൻ. അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. നീ പറഞ്ഞു കഴിഞ്ഞിട്ട് ദൈവം സർപ്രൈസ് ആയി ഷോക്ക് ആയിരിക്കും എന്നൊന്നും വിചാരിക്കണം. ഹി നോസ് വാട്ട് യു ആർ ഗോയിങ് ത്രൂ. ദൈവത്തിന് അറിയാം നീ എന്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അറിയാം. ബട്ട് ആസ് എ ഫാദർ, ഒരു പിതാവ് എന്ന നിലയിൽ ദൈവത്തിന് നിന്റെ വായിൽ നിന്ന് കേൾക്കണം. ഹി വാണ്ട്സ് യു. ദൈവത്തിന് നിന്നെ വേണം, നിന്റെ ഹൃദയം വേണം. നീ പോയി പറയണം, പിതാവേ, യേശുവിന്റെ നാമത്തിൽ ഐ കം ടു യു ഫാദർ. ഐ എം ഗോയിങ് ത്രൂ ദിസ്. ഐ കാൺട്ട് ടേക്ക് ഇറ്റ് എനിമോർ. എനിക്കിത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഐ നീഡ് യു. എനിക്ക് നിന്നെ വേണം. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണം? ഏത് വഴി തിരഞ്ഞെടുക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് നീ ചോദിക്കുമ്പോൾ, ഐ പ്രോമിസ് യു, ഗോഡ് വിൽ സ്പീക്ക് ബാക്ക് ടു യു. ദൈവം നിന്നോട് മറുപടിയായിട്ട് നിന്നോട് സംസാരിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ സംസാരിക്കും. ആ വഴി പോണം. ഹല്ലേലൂയ,
ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം പറയട്ടെ. പുതിയ നിയമത്തിൽ നീ എന്ത് വിഷയത്തിലൂടെ കടന്നു പോകുകയാണെങ്കിലും അതിനുള്ള മറുപടി നിന്റെ ഉള്ളിലുണ്ട്. നിന്റെ ഉള്ളിൽ ഇത് നിക്ഷേപിച്ചിട്ടുണ്ട്. നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ ജീവജലം ഉണ്ട്. നീ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച വ്യക്തികളോടാണ് ഞാൻ സംസാരിക്കുന്നത്. If you have the Holy Spirit, every problem is just a piece of cake. ഏത് വിഷയം, ഐ ഡോണ്ട് കെയർ ഹൗ ടെറിബിൾ ഇറ്റ് ഇസ്, എത്ര വലിയ വിഷയമാണോ എത്ര ചെറിയ വിഷയമാണോ, ഐ ഡോണ്ട് കെയർ. അതെന്റെ വിഷയമല്ല. പക്ഷേ ഇഫ് യു ഹാവ് ദ ഹോളി സ്പിരിറ്റ് ഇൻസൈഡ്, നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഏത് വിഷയമാണെങ്കിലും അതിനുള്ള മറുപടി ദ ഹോളി സ്പിരിറ്റ് ഹാസ്. യു ജസ്റ്റ് ഹാവ് ടു ഹിയർ. നീ അത് കേൾക്കാൻ തയ്യാറായാൽ മതി. The fountain is inside of you. Hallelujah. 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 ഞാൻ ഒരു കാര്യം പറയട്ടെ. ദൈവം ഒരിക്കലും നിനക്കൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു ആവശ്യമുണ്ടെങ്കിൽ നീ പോയി ലോൺ അപ്ലൈ ചെയ്താൽ ലോൺ പാസ് ആയിട്ടുണ്ടെങ്കിൽ അത് ദൈവം തന്നതാണെന്ന് പറയരുത്. ദൈവം അങ്ങനെയല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. ഗോഡ് ഇസ് എ ഗോഡ് ഓഫ് സൂപ്പർ നാച്ചുറൽ പ്രൊവിഷൻ. ദൈവം അത്ഭുതകരമായി പ്രൊവൈഡ് ചെയ്യുന്ന ദൈവമാണ്. അല്ലെങ്കിൽ പലിശയ്ക്ക് കടം മേടിക്കാൻ നീ ഒരാളുടെ അടുത്ത് ചെന്ന് ആ വ്യക്തി നിനക്ക് തന്നു പലിശയ്ക്ക്, എന്നിട്ട് ദൈവം തന്നതാണെന്ന് പറയരുത്. നിനക്ക് ദൈവത്തിൽ നിന്ന് കേൾക്കാനുള്ള ക്ഷമ ഇല്ലാത്തത് കൊണ്ടിട്ടാണ് നീ നിന്റേതായിട്ടുള്ള വഴികളിൽ നീ കണ്ടുപിടിക്കുന്നത്. അതിൽ നീ നേടുമായിരിക്കും, പക്ഷെ അതൊരിക്കലും ദൈവമാണെന്ന് പറയരുത്. നോ, ഗോഡ് പ്രൊവൈഡ്സ് യു സൂപ്പർ നാച്ചുറലി. ദൈവം അത്ഭുതകരമായി, നിന്റെ ആലോചനകൾ പോലെയല്ല ദൈവത്തിന്റെ ആലോചനകൾ. നിന്റെ വഴികളല്ല ദൈവത്തിന്റെ വഴികൾ. ദൈവം അത്ഭുതകരമായി, നീ ചിന്തിക്കാത്ത ആലോചിക്കാത്ത വഴികളിലൂടെ വന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പങ്കുവെക്കാം. ഞാൻ ഒരു ഇവന്റിന് വേണ്ടി വേറൊരു ഞാൻ ആയിരിക്കുന്ന സ്ഥലത്ത് അല്ലാണ്ട് ദൂരെ ഒരു സ്ഥലത്ത് താമസിക്കേണ്ടി വന്നു. അപ്പം ഹോട്ടലിലോട്ട് പോകാൻ വേണ്ടിയിട്ട് രാത്രി ഭയങ്കര കാറ്റും മഴയുള്ളൊരു രാത്രിയായിരുന്നു. അപ്പോൾ എനിക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ബസ് കാത്ത് നിന്നു. ബസ് കാത്ത് നിന്നിട്ട് ദൂരെ എവിടെയോ ആയിരുന്നു ബസ് സ്റ്റോപ്പ്. അപ്പം ഞാൻ മാപ്പ് നോക്കി നടക്കുകയാണ്. ഈ കാറ്റത്തും മഴയത്തും ഒരു വിജനമായിട്ടുള്ള ഒരു സ്ഥലത്ത്, ആരും ഇല്ലാത്ത ഒരു സ്ഥലത്ത് കൂടെ ഞാൻ നടക്കുമായിരുന്നു. മാപ്പ് നോക്കി നോക്കി നടന്ന് 10, 15, 20 മിനിറ്റോളം നടന്നു ഈ മഴയത്ത്. നടന്നിട്ട് ഏറ്റവും അവസാനം എത്തിപ്പെട്ടത് ഒരു ഡെഡ് എൻഡിലായിരുന്നു. എന്ന് വെച്ചാൽ ഒരു വഴിയില്ല മുന്നോട്ട്. അപ്പം ഞാൻ അവിടെ നിന്നിട്ട് ഇനി തിരിച്ച് ഇത്രയും വഴി തിരിച്ചു പോകാനും പറ്റത്തില്ല. കാരണം അത്രയും മഴയാണ്, അത്രയും കാറ്റാണ്. അങ്ങനെ നടക്കാൻ പറ്റത്തില്ല ആ രാത്രിയില്. അപ്പം ഞാൻ അവിടെ എന്ത് ചെയ്യും എന്നറിയാണ്ട് ഞാൻ അവിടെ നിന്നിട്ട് ഞാൻ 2 വാക്കേ പറഞ്ഞുള്ളൂ. ഞാൻ ഓ ലോർഡ് ഹെൽപ് മീ, ഐ ഡോണ്ട് നോ ദ വേ. എനിക്ക് വഴി മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് എനിക്കറിയത്തില്ല. ലോർഡ് യു ഹെൽപ് മീ. അപ്പം തന്നെ ബാക്കില് എവിടെ നിന്ന് വരുന്നു എന്നറിയത്തില്ല, ഒരു കാർ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കയറാൻ വേണ്ടിയിട്ട് ഒരു ഭാര്യയും ഭർത്താവും കൂടി വന്നു. അവരുടെ അടുത്ത് ഞാൻ പോയിട്ട് എൻ്റെ മാപ്പ് കാണിച്ചിട്ട് ചോദിച്ചു, ഇവിടെ അടുത്തൊരു ബസ് സ്റ്റോപ്പ് ഉണ്ടോ എനിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഇവിടെ അടുത്ത് ബസ് സ്റ്റോപ്പ് ഉണ്ട്. എന്നിട്ട് അവരെനിക്ക് വഴി പറഞ്ഞു തന്നു. അപ്പം ഞാൻ പോകാൻ വേണ്ടി തിരിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ കയറി, ഞാൻ ബസ് സ്റ്റോപ്പിലോട്ട് ആക്കി തരാം എന്ന് പറഞ്ഞു. ഞാൻ വണ്ടിയിൽ സന്തോഷത്തോടു കൂടി ഞാൻ വണ്ടിയിൽ കയറി. വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ മനസ്സ് വീണ്ടും മാറി. അവർ പറഞ്ഞു ബസ് സ്റ്റോപ്പിലോട്ടല്ല, ഞാൻ ഹോട്ടലിലോട്ട് കൊണ്ടേ ആക്കിത്തരാം എന്ന് പറഞ്ഞു. അപ്പം എന്നെ അന്ന് അവർ ഹോട്ടലിലോട്ട് കൊണ്ടേ ആക്കി. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, ഇവർ രണ്ടുപേരും എവിടെ നിന്ന് വന്നു ആ സമയത്ത്? അവിടെ വീടുകളോ അങ്ങനെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആയിരുന്നു, ഒരു വീടുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം
ഞാൻ ആലോചിക്കുവാണ്, ഞാൻ 2 വാക്കേ പറഞ്ഞു. "ലോർഡ് ഹെൽപ്പ് മീ" എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞപ്പോ ഇമ്മീഡിയേറ്റ്ലി ദ ഹെൽപ്പ് കെയിം. ഞാൻ ചെറിയ ഒരു കാര്യം പറഞ്ഞത്, ലോർഡ് പ്രൊവൈഡ്സ് യു സൂപ്പർ നാച്ചുറലി. നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ കണ്ട്, നിന്റെ ഹൃദയത്തിന്റെ ആവശ്യങ്ങൾ കണ്ടിട്ട്, ഇഫ് യു ട്രസ്റ്റ് ഇൻ ഹിം. ഞാൻ അവരുടെ അടുത്ത്, എനിക്ക് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ അവരുടെ അടുത്ത് സഹായം ചോദിച്ചില്ല. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ്. വെൻ യു ട്രസ്റ്റ് ഇൻ ഗോഡ്, യു ഡോണ്ട് ലുക്ക് ഫോർ പീപ്പിൾ. നീ മനുഷ്യരെ നോക്കരുത്, അല്ലെങ്കിൽ മനുഷ്യരുടെ സഹായത്തിന് വേണ്ടിയിട്ട് നീ നോക്കരുത്. യു ലുക്ക് ഓൺ ക്രൈസ്റ്റ്, യു ലുക്ക് ഓൺ ഗോഡ്, യു ട്രസ്റ്റ് ഹിം ബ്ലൈൻഡ്ലി. നീ ദൈവത്തിനെ അന്ധമായിട്ട് വിശ്വസിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭക്ഷണം ഇല്ലെങ്കിൽ, എനിക്കറിയാം, ഭക്ഷണം ഇല്ലാതെ ദൈവത്തിനോട് സഹായം ചോദിച്ചിട്ട് ദൈവം അത്ഭുതകരമായി പ്രൊവൈഡ് ചെയ്ത കഥകൾ എനിക്കറിയാം, പേഴ്സണലി എനിക്കറിയാം. എന്ന് പറഞ്ഞാൽ അവർ ആരുടെടുത്തും പോയി ചോദിക്കുന്നില്ല, കാരണം അവരുടെ ട്രസ്റ്റ് ദൈവത്തിലാണ്. അവർ മനുഷ്യരോട് പോയി കടം ചോദിക്കുന്നില്ല. എനിക്ക് ഇത്ര രൂപയുടെ വിഷയമുണ്ട്, നിങ്ങൾ എന്നെ സഹായിക്കുമോ? അവർ സഹായിക്കുമായിരിക്കും. പക്ഷേ ഇവരുടെ ആശ്രയം അവരല്ല, ഇവരുടെ ആശ്രയം എൻ്റെ ദൈവമാണ്. ആ ദൈവം മനുഷ്യരിലൂടെ സഹായിക്കും. മറ്റു വ്യക്തികളോട് പറയും ഇവരുടെ അടുത്ത് ഇവരെ സഹായിക്കണം എന്ന്. ബട്ട് യു ഡോണ്ട് ആസ്ക് ദം, യു ഡോണ്ട് ആസ്ക് എനിബഡി. യു ആർ നോട്ട് ബെഗേഴ്സ്. ക്രിസ്ത്യൻസ് ആർ നോട്ട് ബെഗേഴ്സ്. അത് ആദ്യം മനസ്സിലാക്കണം. നമ്മൾ ക്രിസ്തുവിനെ വഹിക്കുന്നവര് ബെഗേഴ്സ് അല്ല. ഹല്ലേലൂയ. നീ ക്രിസ്തുവിനെ വഹിക്കുന്ന ഒരു വ്യക്തിയാണ്, നീ പരിശുദ്ധാത്മാവിനെ വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി അത്ഭുതകരമായി ദൈവം വഴികൾ തുറക്കും. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ഒരു ഗൈഡൻസ് ഉണ്ട്, ഒരു ലീഡിംഗ് ഉണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. God is living inside of you. ഒരു വചനം വായിക്കാം. മർക്കോസ് 16-ാം അധ്യായം 17-18 വാക്യങ്ങൾ. മർക്കോസ് 16, 17-18 വാക്യങ്ങൾ. വിശ്വസിക്കുന്നവരാൽ, 16 ഞാൻ വായിക്കുന്നില്ല, 17 മാത്രം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്നും കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഈ ഉറവ നിനക്ക് മാത്രമുള്ളതല്ല, നിന്റെ ആവശ്യങ്ങൾ മാത്രമുള്ളതല്ല. നിന്റെ ആവശ്യങ്ങൾ നടക്കത്തില്ലെന്നല്ല, നിന്റെ ആവശ്യങ്ങളെല്ലാം നടക്കും. പക്ഷെ ഇത് നിനക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഇത് പുറത്തേക്ക് ഒഴുകാനുള്ളതാണ്. അനേകരുടെ ജീവിതങ്ങളെ മാറ്റാനുള്ളതാണ്. അനേകരുടെ ജീവിതങ്ങളെ, അവരുടെ പ്രശ്നങ്ങളുടെ പരിഹാരമാണ് നിന്റെ ഉള്ളിൽ തന്നിരിക്കുന്നത്. അനേകരുടെ ലൈഫിലെ പ്രോബ്ലംസിന്റെ സൊല്യൂഷൻ ആണ് നിന്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത്. How can you keep it for yourself? ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിന്റെ ദൈവദാസനാൽ ഈ അത്ഭുതങ്ങൾ നടക്കും, അല്ലെങ്കിൽ ഈ അടയാളങ്ങൾ സംഭവിക്കും എന്നല്ല, അല്ലെങ്കിൽ അഭിഷിക്തന്മാരാൽ, അല്ലെങ്കിൽ അഭിഷേകത്തിൽ പ്രവർത്തിക്കുന്ന വീര്യപ്രവർത്തികൾ ചെയ്യുന്ന വ്യക്തികളാൽ ഈ അടയാളങ്ങൾ നടക്കും എന്നല്ല പറഞ്ഞിരിക്കുന്നത്. വിശ്വസിക്കുന്നവരാൽ. Are you a believer? Do you believe that Jesus Christ is the Lord? നീ യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? നീ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച വ്യക്തിയാണോ? നിന്നിലൂടെ ഈ അടയാളങ്ങളെല്ലാം സംഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ.
നിന്റെ കുടുംബത്തിൽ ഒരു എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കാൻ തയ്യാറാവണം. ഞാന് ദേവദാസന്മാര് വന്ന് വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുന്നതിലോ അല്ലെങ്കിൽ അവര് കൈവച്ച് പ്രാർത്ഥിക്കുന്നതിലോ ഒന്നും എതിർപ്പുള്ള ആളല്ല ഞാൻ. ദേവദാസന്മാരെയും അഭിഷിക്തമാരെയും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. ഐ റെസ്പെക്ട് ദം, ഐ റെസ്പെക്ട് ദി അനോയിന്റിങ്. അഭിഷേകത്തെ മാനിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ നിന്റെ ഒരു പ്രശ്നത്തിന് നീ ആശ്രയിച്ചു കഴിഞ്ഞാൽ നിന്റെ അടുത്ത പ്രശ്നത്തിന് നീ അവർക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു പുതിയ വിശ്വാസിക്ക് അല്ലെങ്കിൽ പുതിയതായിട്ട് വിശ്വാസത്തിൽ വന്നൊരു വ്യക്തികൾക്ക് ആവാം, ശരിയാണ്. പക്ഷേ നീ എത്ര നാള് പാല് കുടിച്ച് ജീവിക്കും? എത്ര നാള് നീ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കും? Hallelujah. There will be a time when your pastors are on holidays. അന്ന് നീ മരിക്കുവോ? ഈ അഭിഷിക്തന്മാര് അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ സുവിശേഷത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറിയിരിക്കുന്ന സമയത്ത് ഈ പിശാശ് he knows when to attack you. മനസ്സിലായോ? അവനറിയാം, അവൻ തന്ത്രശാലിയാണ്. അവൻ അറിയാം നീ എപ്പോഴാണ് ശോഷിച്ചിരിക്കുന്നത്, നീ എപ്പോഴാണ് ബലക്കുറവിലിരിക്കുന്നതെന്ന് അവനറിയാം. Hallelujah. He is waiting like a lion, like a roaring lion, thinking when to devour you. അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് കാത്ത് നടക്കുന്ന ഒരുത്തനാണ് പിശാച്. അവൻ അറിയാം when to attack you. ആ സമയത്ത് നിനക്ക് ആരും ചിലപ്പോൾ ഉണ്ടാവണം എന്നില്ല വന്ന് പറഞ്ഞു തരാനോ രക്ഷിക്കാനോ. That is why Jesus gave you the Holy Spirit. അതുകൊണ്ടാണ് യേശു പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. 24/7, 24 മണിക്കൂറും 7 ദിവസവും 365 ദിവസവും നിന്റെ ഉള്ളിൽ അവൻ വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാ പറഞ്ഞ രാത്രിയുടെ യാമങ്ങളിൽ ആണെങ്കിലും നിന്റെ അറ്റാക്ക്, there is no problem. You don't have to phone. You just have the Holy Spirit. You just have to listen to him. അവനെ കേട്ടാ മതി. അവൻ എന്താ പറയുന്നതെന്നൊന്ന് കേട്ടാ മതി, അതനുസരിച്ചാ മതി. ഹല്ലേലൂയ. If you believe, നീ വിശ്വസിച്ചാൽ this signs shall follow you. ഇത് നിന്റെ ഉത്തരവാദിത്വമാണ്. രോഗികളെ സൗഖ്യമാക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ്. യേശു വന്നിട്ട് പ്രാർത്ഥിച്ചില്ല രോഗികൾ വരുമ്പോ. യേശു വന്നിട്ട് ഇത് പിതാവിന്റെ ഹിതമാണോ അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കട്ടെ നിന്നെ സൗഖ്യം? നോ, ഹി ഹീൽഡ് ദ സിക്ക്. യേശു അവരെ സൗഖ്യമാക്കി. യേശുവിന്റെ ശരീരമാണ് നീയും ഞാനും. യു നീഡ് ടു ഹീൽ ദ സിക്ക്. Hallelujah. That's why the Holy Spirit is inside of you. നിന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീർക്കാൻ കോർപ്പറേറ്റ് പ്രെയർ നല്ലതാ, ഒരുമിച്ചുള്ള പ്രാർത്ഥന നല്ലതാണ്. ഇതെല്ലാം ഒന്ന് ഉണ്ടെന്ന് പറഞ്ഞ് മറ്റേത് നമ്മൾ ചെറുതാക്കി കാണുകയല്ല, മറ്റേതിനെ വേണ്ടെന്ന് വെക്കുകയല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ നീ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ ഇരിക്കരുത്. യു ഹാവ് എ റെസ്പോൺസിബിലിറ്റി. നിനക്കൊരു ഉത്തരവാദിത്വം ഉണ്ട്. നീ എഴുന്നേൽക്കണം. യു നീഡ് ടു അറൈസ് ആൻഡ് ഷൈൻ. നീ എഴുന്നേറ്റ് പ്രകാശിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബി കണക്റ്റഡ് ടു ദ വൈൻ. യേശുവിനോട് കണക്റ്റ് ആയിരിക്കുക. പരിശുദ്ധാത്മാവിന്റെ ചെറിയ ശബ്ദം കേൾക്കുക. അവൻ എന്താണോ പറയുന്നത് അതനുസരിക്കുക. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.